ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിലെ യൂണിറ്റ് 1 തന്നെ പാർട്ട് 4 ആയിട്ടുള്ള ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെൽഫ് റെഗുലേറ്റിംഗ് പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം ക്യാൻ മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റി വൈൽ അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ചിങ് എക്സ്റ്റേണൽ കണ്ടീഷൻസ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വയമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എക്സാമ്പിളായിട്ട് ചൂടാണെങ്കിലോ തണുപ്പാണെങ്കിലോ ആ ഒരു കണ്ടീഷൻസിനെ അനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ ഉള്ളിലെ കണ്ടീഷൻസ് ചേഞ്ച് ആവുന്നു. ചേഞ്ചായിട്ട് സ്റ്റേബിൾ. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷിവർ ചെയ്യുന്നു. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഷിവർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷിവറിങ് നമുക്ക് മാറുന്നു. കാരണം എന്താ? ആ ഒരു പുറത്തുനിന്ന് വന്ന് തണുപ്പെന്നുള്ള കണ്ടീഷനെ നമ്മളുടെ ബോഡി ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസത്തിലൂടെ സ്റ്റേബിളാക്കി അതിനോട് തണുപ്പ് എങ്ങനെയാണ് പുറത്തുനിന്ന് വരുന്നത് ആ തണുപ്പിനെ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡീനെ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ചൂടാണ് വരുന്നതെങ്കിൽ നമുക്ക് ചുട്ട് പൊള്ളുന്ന ചൂട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ആ പ്രോസസ്സ് സെൽഫായിട്ട് നടന്നിട്ട് നമ്മുടെ ബോഡീനെ ആ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഹോമിയോ എന്ന് പറഞ്ഞാൽ സെയിം ഓർ കോൺസ്റ്റൻറ്റ്, സ്റ്റാസിസ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ സെയിം ഓർ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് കണ്ടീഷൻ ഈസ് മെയിൻറ്റൈൻഡ് ഓർ ബാലൻസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് pH, ടെമ്പറേച്ചർ, ആസിഡ് ബേസ് ലെവൽ എക്സെട്ര. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ സെൽഫ് റെഗുലേഷനിലൂടെ ഒരു പ്രോസസ്സ് വഴി നടക്കുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ പല ആക്ഷൻസും മെക്കാനിസം നടക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് pH, ടെമ്പറേച്ചർ, ആസിഡ് ബേസ് ലെവൽ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഈ ഒരു ഹോമിയോസ്റ്റാസിസ് നടക്കുന്നത്. In our body, homeostasis happens through 3 processes. 3 പ്രോസസ്സിലൂടെയാണ് മെയിനായിട്ട് ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അതായത് ന്യൂട്രിയൻസ്, വേസ്റ്റ് മെറ്റീരിയൽ, കമ്മ്യൂണിക്കേഷൻ. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ഗുഡ് ഫീഡ്. നമുക്ക് ശരീരത്തിലേക്ക് വരുന്ന ഗുഡ് ഫീഡ്, എല്ലാ നല്ല സാധനങ്ങളും, എല്ലാ ന്യൂട്രിയൻസ്, അത് ഒരു മെക്കാനിസം. ഈ ഒരു ഹോമിയോസ്റ്റാസിസിന് അതൊരു കാരണമാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് വിച്ച് ഈസ് ദ ബാഡ് ഫീഡ്. അതായത് നമുക്ക് ഗുഡ് ഫീഡ് ചെന്ന് കഴിഞ്ഞിട്ട് അത് വേസ്റ്റായിട്ട് പോകണം പുറത്തേക്ക്. എന്നാലല്ലേ നമ്മുടെ ബോഡിയിൽ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും നടന്നു വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ന്യൂറോൺസ് ആൻഡ് ഹോർമോൺസ്. അതായത് ഇപ്പോൾ നമുക്കൊരു ടെമ്പറേച്ചർ പുറത്തുനിന്ന് വന്നു, ഒരു തണുത്ത ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് എന്ത് വേണം? നമുക്ക് തണുക്കുന്നു എന്ന് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാരാ? അല്ലെങ്കിൽ നമുക്ക് ചൂടെടുക്കുന്നു എന്ന് നമ്മുടെ ബ്രെയിനിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് ന്യൂറോൺസും ഹോർമോൺസും. അപ്പോൾ അവരും നമ്മളുടെ ഈ ഹോമിയോസ്റ്റാസിസിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. നെക്സ്റ്റ്, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ ബോഡിയിൽ. അതിൽ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ നമ്മുടെ ഗുഡ് ഫീഡ് എന്ന് പറഞ്ഞു, ആ ഗുഡ് ഫീഡ് ഹാൻഡ്ലിങ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ട്, അതായത് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് നല്ലപോലെ തണുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് ഹാർട്ട് തന്നെ അതിനെ ബ്ലഡിൻ്റെ പമ്പിങ്ങിനെയും ബ്ലഡ് പ്രഷറിനെയൊക്കെ മാനേജ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഹോമിയോസ്റ്റാസിസ് നടക്കുന്നത്. നമ്മളുടെ ബോഡി ആ തണുപ്പിനെതിരെ ആവുന്നത്. അപ്പോൾ ഒരു ആളാണ് നമ്മുടെ ഹാർട്ട്. നെക്സ്റ്റ് പൾമണറി സിസ്റ്റം, അതായത് ലങ്സ്. നമുക്ക് ഓക്സിജൻ സപ്ലൈ നടത്തുന്നത് ആരാ? ലങ്സാണ്. അപ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ചൂട് വരുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലങ്സാണ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻ ത്രൂ ഡൈജഷൻ. നന്നായിട്ട് നമ്മൾ ഗുഡ് ഫീഡ് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നല്ല ന്യൂട്രിയൻസിനെല്ലാം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാരാ? നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റമാണ്.
നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഓർഗൻസ് ഹാൻഡ്ലിങ് ബാഡ് ഫീഡ് ഹാൻഡിൽ ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ലിവറും കിഡ്നിയും. ലിവറിനെ നമ്മൾ അതർവൈസ് ബോഡീസ് ലബോറട്ടറി എന്നും പറയും. ബോഡിയുടെ ലബോറട്ടറി, അതായത് എല്ലാ അഴുക്കുകളും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പോയിസൺ എല്ലാം നമ്മളുടെ ലിവറാണ് സ്ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നത്, വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഹെൽപ്സ് ഇൻ ഡീടോക്സിഫൈയിങ്, അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എല്ലാം ഡീടോക്സിഫൈ ചെയ്യുന്നതാണ് ലിവർ, റിമൂവൽ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് റീനൽ സിസ്റ്റം, കിഡ്നി ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ, നമ്മളുടെ വെള്ളം കുടിച്ച് മൂത്രം പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? കിഡ്നിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഹോമിയോസ്റ്റാസിസ് നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത് ആരാ? ബ്രെയിനിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ ചെന്ന് കഴിഞ്ഞാലാണ് ഈ ഹോമിയോസ്റ്റാസിസ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ന്യൂറോൺസും ഹോർമോൺസും കൂടിയാണ്. അപ്പോൾ ന്യൂറോൺസ് വിച്ച് ഈസ് ദ ഫാസ്റ്റ് ഇൻഫോമർ ഓഫ് ദ സിഗ്നൽസ് ടു ബ്രെയിൻ, അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ വരുമ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ ഫാസ്റ്റായിട്ട് നമ്മളുടെ ബ്രെയിനിൽ എത്തിക്കുന്ന ആളാണ് ന്യൂറോൺസ്. ഹോർമോൺസ് സ്ലോ ഇൻഫോമറാണ്, അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ, പക്ഷേ പതുക്കെ ആയിരിക്കും ഇൻഫോർമേഷൻ ചെല്ലുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക്. ദീസ് ആർ ദ കണ്ടീഷൻസ് ത്രൂ വിച്ച് അവർ ബോഡി അറ്റൈൻസ് ഹോമിയോസ്റ്റാറ്റിസ്, അതായത് ഈ 3 കണ്ടീഷൻസ് വഴിയാണ് നമ്മളുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അറ്റൈൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്നതൊക്കെയാണ് നമ്മളുടെ ബോഡിയിലുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു. ഇനി ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഇതെങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ് ആയിട്ട് കൺവേർഷൻ നടന്ന് വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ എ പ്രോസസ് കോൾഡ് ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫോർമേഷൻ വരുന്നുണ്ട്, എന്തെങ്കിലും എക്സ്റ്റേണൽ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ വരുന്നുണ്ട്. ആ ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബോഡി എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിലൂടെയാണ് ഹോമിയോസ്റ്റാസിസ് അറ്റൈൻ ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അത് മെയിൻലി 2 മെക്കാനിസം ഉണ്ട് ഫീഡ്ബാക്കിൻ്റെ. പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയുവാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അതായത് പുറത്തുനിന്ന് നമുക്കൊരു സ്റ്റിമുലസ് കിട്ടി, ഇപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുപ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ തണുപ്പ് പെട്ടെന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് നടന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ബോഡി അതിന് റെസ്പോണ്ട് ചെയ്യും ആ ഒരു സ്റ്റിമുലസിന്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളുടെ കൈ പെട്ടെന്നൊന്ന് പൊള്ളി, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊരു പ്രോസസ്സ് നടന്നിട്ടാണ് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യണം. പൊള്ളുമ്പോൾ നമ്മൾ ഞെട്ടൂലേ, അപ്പോൾ ആ ഒരു റെസ്പോൺസ് സംഭവിക്കുന്നത് ആ ഒരു പ്രോസസ്സ് നടന്നിട്ടാണ്. അപ്പോൾ ആ റെസ്പോൺസ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നിൽക്കുന്നില്ല, ആ പ്രോസസ്സ് വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പിന്നെയും അത് റെസ്പോൺസ് കൊടുക്കുന്നു, പിന്നെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പിന്നെയും ആ പ്രോസസ്സ് റെസ്പോൺസ് കൊടുക്കുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലേബർ കോൺട്രാക്ഷൻ. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നോക്കാം. അതായത് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ലേബർ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ഫ്രം ഓൾ സൈഡ് ഓഫ് യൂട്രസ്. നമുക്കറിയാം ഡെലിവറിയുടെ സമയത്ത് യൂട്രസിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ലേബർ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് ചുരുങ്ങുകയും റിലാക്സ് ചെയ്യും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആവുന്നതിനാണ് കേട്ടോ പറയുന്നത്. ആ കോൺട്രാക്ഷൻ നടക്കും എല്ലാ സൈഡിൽ നിന്നും യൂട്രസിൻ്റെ. അപ്പോൾ ദസ് ദ ബോഡീസ് ഹെഡ് പോർഷൻ, അതായത് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ ഭാഗമില്ലേ, തലഭാഗം, അതെപ്പോഴും ഇത് കണ്ടോ, ഈ താഴത്ത് സെർവിക്സിൻ്റെ വാളിൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും ഡെലിവറി ടൈമിൽ ഇരിക്കുന്നത്. ഒരു നോർമൽ ഡെലിവറിയുടെ കണ്ടീഷനാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വന്നിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബോഡി പോർഷൻ എന്ത് പറ്റും, ഹെഡ് പോർഷൻ എന്ത് ചെയ്യും, സെർവിക്കൽ പോർഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അവിടെ വന്നിട്ടാണ് ഇത് പ്രഷർ കൊടുക്കുന്നത്. കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ നല്ല പ്രഷറാണ് നമ്മളുടെ യൂട്രസ് വാൾസിൽ സംഭവിക്കുന്നത്. ആ സമയത്ത് ഈ കുഞ്ഞിൻ്റെ തലയുടെ ഭാഗം വന്നിട്ട് സെർവിക്കൽ പോർഷനിൽ നന്നായിട്ട് ടച്ച് ചെയ്യും, നന്നായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ
അവിടെ ഒരു ഹൈ പ്രഷർ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെർവിക്കൽ വാളിൽ പ്രഷർ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിനെയാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? The pressure receptors at the cervical wall thus stimulates and gives stimulation to the brain. ആ പ്രഷർ റിസപ്റ്റേഴ്സ് അപ്പോൾ തന്നെ ഉണരും അവിടെ. അപ്പോൾ ആ സ്റ്റിമുലേഷൻ എന്നിട്ട് പ്രഷർ റിസപ്റ്റേഴ്സ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും. ബ്രെയിനിലേക്ക് പാസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അത് ബ്രെയിനിൻ്റെ ഹൈപ്പോ തലാമസിലും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുമാണ് ചെന്നിട്ട് ആ സ്റ്റിമുലേഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഹൈപ്പോ തലാമസിൽ നിന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നൊക്കെ നമ്മളുടെ ലേബറിന് അത്യാവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അത് റിലീസാവും. അപ്പോൾ ഓക്സിറ്റോസിൻ റിലീസായി കഴിയുമ്പോൾ എന്ത് പറ്റും? ദിസ് ഓക്സിറ്റോസിൻ ആക്ട് അറ്റ് ദ യൂട്രസ് വിച്ച് ഇൻക്രീസസ് ദ യൂട്രൈൻ കോൺട്രാക്ഷൻ. വീണ്ടും ഈ ഓക്സിറ്റോസിൻ്റെ റിലീസ് കാരണം നമ്മുടെ യൂട്രസിലുള്ള കോൺട്രാക്ഷൻ, ഓൾറെഡി നമുക്ക് ആദ്യം കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ഓക്സിറ്റോസിൻ്റെ സ്റ്റേജ് വരെ എത്തിയത്. ആ ഓക്സിറ്റോസിൻ പിന്നെയും റിലീസാവുമ്പോൾ വീണ്ടും നമ്മൾക്ക് കോൺട്രാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. എവിടെ? യൂട്രസിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും. അപ്പോൾ വീണ്ടും ഈ കുഞ്ഞിൻ്റെ തല പോയിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ സ്റ്റിമുലേറ്റ് ദ പ്രഷർ റിസപ്റ്റേഴ്സിനെ പിന്നെയും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും എന്ത് പറ്റും? ആ പ്രഷർ റിസപ്റ്റേഴ്സ് ഹൈപ്പോ തലാമസിലേക്കും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കും വീണ്ടും സിഗ്നൽസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഓക്സിറ്റോസിൻ റിലീസാവും. പിന്നെയും യൂട്രസിൽ കോൺട്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെയും പ്രഷർ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. വീണ്ടും ഹൈപ്പോ തലാമസും പിറ്റ്യൂട്ടറിയിലേക്കും പോകുന്നു. വീണ്ടും ഓക്സിറ്റോസിൻ. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് ഓക്സിറ്റോസിൻ റിലീസായി ലേബർ സംഭവിക്കുന്നു. ഈസി ലേബറാണ് നമുക്ക് നടക്കുന്നത്. ഒരുപാട് ടൈം എടുക്കും. പലർക്കും പല രീതിക്കാണ് ടൈം വരുന്നത്. ചിലവർക്ക് എളുപ്പത്തിന് മീൻസ് ഡെലിവറി നടക്കും, ചിലവർക്ക് ലേറ്റായിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നിൽക്കുന്നത് എപ്പോഴാണ്? ഈ കുഞ്ഞ് എപ്പോൾ പുറത്തേക്ക് വരുന്നോ അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം അവിടെ സ്റ്റോപ്പ് ആവുന്നു. അതുവരെയും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് ഈ ലാസ്റ്റ് പിക്ചർ നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഈ കുഞ്ഞിൻ്റെ തലയുടെ അവിടെ ഇപ്പോൾ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഹെഡ് ഓഫ് ദ ബേബി പുഷസ് എഗെയിൻസ്റ്റ് സെർവിക്സിൻ്റെ അവിടേക്ക് കുഞ്ഞിൻ്റെ തല പുഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നെർവ് ഇമ്പൾസ് ഫ്രം സെർവിക്സ് ട്രാൻസ്മിറ്റഡ് ടു ബ്രെയിൻ. ഞാൻ പറഞ്ഞില്ലേ, പ്രഷർ റിസപ്റ്റേഴ്സ് അത് ബ്രെയിനിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്തിട്ട് ഓക്സിറ്റോസിൻ ബ്ലഡ് സ്ട്രീം വഴി യൂട്രസിലേക്ക് എത്തുന്നു. ആ ഓക്സിറ്റോസിൻ യൂട്രൈൻ കോൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബേബീനെ സെർവിക്സിലേക്ക് കൂടുതലായിട്ട് പുഷ് ചെയ്യുന്നു. വീണ്ടും എന്ത് പറ്റും? ഈ കോൺട്രാക്ഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ബേബിയുടെ ഹെഡ് പിന്നെയും വന്നിട്ട് ആ സെർവിക്സിൻ്റെ ഓപ്പണിങ്ങിൽ വന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നിൽക്കുന്നില്ല. എപ്പോഴാണ് ഡെലിവറി നടക്കുന്നത് അതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് വരുന്നു. അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ ബോഡിയിലൊരു പ്രോസസ്സ് കിടക്കുന്നു. ആ പ്രോസസ്സ് വഴി ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ റെസ്പോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. പോസിറ്റീവ് ഫീഡ്ബാക്കിൽ റെസ്പോൺസ് വരുമ്പോൾ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആ റെസ്പോൺസ് വരുമ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുവാണ്. ആ ഇൻഹിബിറ്റ് ചെയ്യുന്നതിലൂടെ ആ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സും ഇൻഹിബിറ്റായി പോകുന്നു. അതോടുകൂടി ആ ഒരു ഫങ്ഷൻ അവിടെ നിൽക്കുവാണ്. ഈ ഹോമിയോസ്റ്റാസിസിൻ്റെ ആക്ച്വൽ മെക്കാനിസം നടക്കുന്നത് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴിയാണ് കേട്ടോ. അങ്ങനെയാണ് ബോഡിയിലെ ചേഞ്ചിങ് കണ്ടീഷൻസ് സ്റ്റേബിൾ ആവുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഫങ്ഷനാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് നമ്മുടെ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടി നിൽക്കുമ്പോഴുള്ള ഒരവസ്ഥയും
ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു നിൽക്കുമ്പോഴുമുള്ള അവസ്ഥയുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം കുറയുന്നതിനെ പറ്റി പഠിക്കാം. അപ്പോൾ കൂടുന്നതിനെ പറ്റി പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ ബ്ലഡിൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെന്ന് ഉള്ളൊരു സിഗ്നൽ നമ്മുടെ ബോഡി ഹൈപ്പോതലാമസിന് കൊടുക്കും. ആ ഹൈപ്പോതലാമസ് അപ്പം എന്ത് ചെയ്യും? TRH എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. TRH എന്താ? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ്. അതിനെ റിലീസ് ചെയ്യും. ഈ തൈറോട്രോപ്പിൻ ഹോർമോൺ എന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? ബ്ലഡിൽ തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ആ ഹോർമോൺസ് നമ്മളുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഹൈപ്പോതലാമസിലെ TRH എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. ഈ TRH ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അവിടെ നിന്ന് TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു. ഈ TSH തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. മനസ്സിലായോ? പിക്ചർ നോക്കാം നമുക്ക്. അതായത് ഇപ്പം നമ്മളുടെ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ ഈ ഹൈപ്പോതലാമസ് ഏരിയ കണ്ടോ, നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ഏരിയനെ സ്റ്റിമുലേഷൻ നടന്നിട്ട് അവിടെ നിന്ന് കണ്ടോ ഫസ്റ്റ് ഒരു ഗ്രീൻ ആരോ കണ്ടോ, TRH റിലീസ് ചെയ്യുന്നു. ഈ TRH ഈ താഴത്തുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഒരു പർപ്പിൾ കളർ ലൈൻ പോയേക്കണം, അതാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി TSH റിലീസ് ചെയ്യുന്നു. ഈ TSH ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ഇരിക്കും നോർമലാവുന്നത് വരെ. ഇതാണ് നമ്മളുടെ ബ്ലഡ് കുറവായിട്ടുള്ള കാര്യം പറയുന്നത്. നമുക്ക് ഈ ഗ്രീനായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ബ്ലഡ് കുറവുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നോക്കുന്നത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ എന്താ സംഭവിക്കുന്നതെന്ന്. കൂടുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ആണല്ലോ നമ്മളുടെ TRH റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ TRH റിലീസ് ചെയ്ത് TSHനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്ത് അവിടെ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ആവുമ്പോഴാണല്ലോ ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടി വരുന്നത്. അപ്പോൾ കൂടി വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഈ TRHൻ്റെ റിലീസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺ ലെവൽ മീൻസ് ഇൻഹിബിറ്റ് ചെയ്യും. മറ്റേ സ്ഥലത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻക്രീസ്ഡ് തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് സിഗ്നൽ കൊടുത്തിട്ട് ആ ഒരു ഫങ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ TRH അവിടെ ഇൻഹിബിറ്റ് ആവും. TRH റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും ഇൻഹിബിറ്റ് ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് TSH റിലീസ് ചെയ്യുന്നത്. അപ്പോൾ TSHും റിലീസ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആസ് TSH ആൻഡ് TRH റിലീസ് സ്റ്റോപ്സ് കംപ്ലീറ്റ്ലി, ദ റിലീസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഓൾസോ ഇൻഹിബിറ്റ്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ റിലീസാവോ? അതും ഇൻഹിബിറ്റ് ആവും. അപ്പോൾ ഹോർമോൺ ലെവൽ നോർമൽ കണ്ടീഷനിലേക്ക് എത്തും. ഇതാണ് 2 സ്റ്റേജ് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് 4 ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു പ്രിപ്പറേഷനായിട്ട്